മൃഗശാലയിലെത്തുന്ന സന്ദർശകർക്ക് ഇനി മലരുമായി കൂട്ടുകൂടാം. മലർ എന്ന വെള്ളക്കടുവയെ സന്ദർശകർക്ക് കാണാനായി പ്രത്യേകം കൂട്ടിലേക്ക് മാറ്റി. ഇതൊന്നും അത്ര രസിക്കുന്നില്ല. ഇവനെയൊക്കെ അകത്തേക്ക് കയറ്റിവിട്ടവനെ കയ്യിൽ കിട്ടിയാൽ മപ്പാസടിക്കണം. ആൾക്കൂട്ടത്തെ കണ്ട അത്ര പരിചയം പോരാ. അതുകൊണ്ട് ചില്ലറ വേവലാദികൾ ആ കടുവ മുഖത്ത് വ്യക്തം. ഒന്ന് നേരെ കാണാൻ നിന്ന് കൊടുത്താൽ അപ്പോൾ പറയും ആളെ കൊന്ന ഡൽഹിയിലെ കടുവയെന്ന്. ഈ ചീത്തപ്പേര് വേണ്ട എന്ന് കരുതിയാകാം മലർ ആൾക്കൂട്ടത്തിൽ നിന്ന് പരമാവധി ദൂരം കാക്കുന്നത്. നല്ല കാലത്ത് പുലിയായിരുന്ന അപ്പൂപ്പൻ വിളിച്ചിട്ടും ജന്മനാട്ടിൽ നിന്നെത്തിയ വെള്ളക്കരടി ആവശ്യപ്പെട്ടിട്ടും ആ കടുവാക്കാലുകൾ അനങ്ങുന്നില്ല. കാഴ്ചക്കാരുടെ മുമ്പിലെ ഈ അഭ്യാസങ്ങളൊക്കെ ഉള്ളൂ. എത്തിയിട്ട് മാസങ്ങളെ ആയിട്ടുള്ളൂവെങ്കിലും ജീവനക്കാരുമായി കക്ഷി ചങ്ങാത്തത്തിലായി. മലരെ എന്ന് നീട്ടി വിളിച്ചാൽ ആടിക്കുഴഞ്ഞങ്ങെത്തും. പിന്നെ കടുവാ ചുംബനവും കെട്ടിപ്പിടുത്തവും. ഇവളെ വന്യമൃഗത്തിന്റെ ഗണത്തിലാണോ ഓമന മൃഗത്തിന്റെ ഗണത്തിലാണോ പെടുത്തേണ്ടതെന്ന ഈ കാഴ്ച കണ്ടാൽ എങ്ങനെ ചോദിക്കാതിരിക്കും. ആഴ്ചകളോളം നീണ്ട ഏകാന്തവാസത്തിനൊടുവിൽ പുറത്തിറങ്ങിയ മലർ ആദ്യ ദിവസം തന്നെ ഹിറ്റായി. കാഴ്ചക്കാർക്കും ജീവനക്കാർക്കുമൊക്കെ പ്രിയങ്കരയായി കഴിഞ്ഞു മലർ. ഡൽഹിയിലെ കഥ പറഞ്ഞ് അകറ്റി നിർത്താമെന്ന് വിചാരിച്ചാൽ മലയാളികൾക്ക് മുമ്പിൽ വില പോവില്ല. കണ്ട് കുഴപ്പമില്ല, നല്ലൊരു ഫീല് തോന്നി ആദ്യം കണ്ടപ്പോൾ. പേടി അത് അവൻ്റെ കയ്യിലിപ്പുണ്ട് ആണ് അവൻ വീണു പോയത്. ഇവിടെ ഫുൾ സെക്യൂരിറ്റി ഇല്ലേ, അതുകൊണ്ട് പിന്നെ കുഴപ്പമില്ല. ഇത്തിരി നേരം കൊണ്ട് ക്യാമറ ചേട്ടനുമായി കക്ഷി ലോഹിത്തിലായി. കേണപേക്ഷിച്ചപ്പോൾ ഒരു ഫോട്ടോ സെഷനായി 6 വയസ്സുകാരി മോഡലായി. വെള്ളാരം കണ്ണുകൾ, കമ്പിളി പുതച്ച രാജകീയ രൂപം, പട്ടാള ചിട്ട. പുറം ലോകം കണ്ടതിന്റെ സന്തോഷത്തിൽ വെള്ളക്കടുവ ഇത്തിരി ചെളിക്കടുവ ആയി എന്നൊഴിച്ചാൽ പൂർണ്ണ ആരോഗ്യവതിയാണ് കക്ഷി. എല്ലാം ഒപ്പിയെടുത്തു കഴിഞ്ഞെങ്കിൽ ചേട്ടന് സ്ഥലം വിടാമെന്ന സിഗ്നലും കിട്ടി. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം.